അപ്പോൾ നമ്മൾ പുതിയ വണ്ടികൾ എടുക്കുമ്പോൾ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്തില്ലെങ്കിലും ആക്സസറീസ് കാര്യങ്ങളൊന്നും ചെയ്തില്ലെങ്കിൽ തന്നെ നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയർ ഫ്ലോറിങ് അതുപോലെ തന്നെ സീറ്റ് കവർ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അത് കാലാകാലത്തോളം ഭംഗിയായി വണ്ടിയുടെ ഉള്ളിൽ കിടക്കും ചെയ്യും. വണ്ടിയുടെ ഉള്ളിൽ നിന്ന് ബാഡ് സ്മെല്ല് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരില്ല. ഇതിപ്പോൾ നമ്മൾ എന്തോരം ക്ലീനാക്കി നമുക്കിത് നമ്മൾ ഫ്ലോറിങ് ചെയ്യേണ്ടി വരും. നമുക്ക് വളരെ പണി കൂടുതൽ നമ്മൾ എടുക്കണം ഇനി ഇതിനെ ക്ലീൻ ആക്കണം എന്നുണ്ടെങ്കിൽ. അപ്പോൾ നമ്മളിത് ഫ്ലോറിങ് ചെയ്യാൻ പോകുന്നു കേട്ടോ. നമ്മൾ ചെയ്യാൻ പോകുന്ന മെറ്റീരിയൽ ഇതാണ് കേട്ടോ. ഇതിൻ്റെ ഒരു തിക്നെസ്സും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം. ഇത് റെസ്പോൺസ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. ഇത്രയും തിക്നെസ് ഉള്ള ഒരു മെറ്റീരിയലാണ്. അടിയിൽ നല്ല ഗ്രിപ്പുള്ള ടൈപ്പ് ഇട്ടാം. മേൽ ഫ്ലോറിങ് ചെയ്തിട്ട് കാണാം. സ്വിഫ്റ്റിൻ്റെ ഫ്രണ്ടിലത്തെ ഒരു പോർഷനാണ് ഇപ്പോൾ നമ്മൾ ചെയ്തേക്കണത്. നമ്മൾ ഓരോ പോയിന്റിലും അതിൻ്റെ ഹോളുകൾ കാര്യങ്ങൾ മാത്രം ബാക്കി നിർത്തിയിട്ട് കൃത്യമായിട്ട് ജോയിൻറ്റുകളെല്ലാം ഒട്ടിച്ച് നമ്മൾ അതേ ഷേപ്പിൽ തന്നെ മാക്സിമം നല്ല വൃത്തിയിൽ ടൈറ്റ് ഫിറ്റ് ആയിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. നമുക്ക് മുമ്പ് ഇരുന്നായിരുന്ന ആ ഒരു ഇതിനേക്കാളും എത്രയോ ഭംഗിയായത് നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഇതിലിപ്പോൾ വെള്ളം പോവേ അതുപോലെ തന്നെ മണ്ണാവേ പൊടിയാവേ എന്ത് പ്രശ്നം തന്നെ ആയാലും ചെളി ആയാൽ പോലും നമുക്കിതിൽ നിന്ന് കൃത്യമായിട്ട് നമുക്കത് തുടച്ച് വെള്ളമൊഴിച്ച് കഴുകിയെടുത്താൽ പോലും വണ്ടിയുടെ ഇൻറ്റീരിയറിന് യാതൊരുവിധ കംപ്ലൈൻറ്റും കാര്യങ്ങളും ഒന്നും വരില്ല. അപ്പോൾ നമ്മുടെ ഫിനിഷ് ചെയ്ത് നമ്മുടെ ഫിറ്റിങ്സും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് ഭംഗിയാക്കി എടുക്കാം. ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ ഷെയർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എല്ലാം അറിയിക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ നല്ല നല്ല വീഡിയോസുമായി ഞാൻ വീണ്ടും വരും. അതുവരെ ടാറ്റ ബൈ ബൈ.